ഗസ വെടിനിർത്തൽ കരാർ മേഖലയിലും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലും ആക്രമണങ്ങളും മനുഷ്യക്കുരുതികളും അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. എക്സ്പോസ്റ്റിലാണ് അമീർ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച വെടിനിർത്തൽ നിലവിൽ വരും. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും പ്രമേയങ്ങൾക്കും അനുസൃതമായി ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഗൗരവമേറിയ ശ്രമങ്ങൾക്കുള്ള തുടക്കമാവട്ടെ ഇതെന്നും അമീർ പ്രതികരിച്ചു. കരാറിന് അന്തിമരൂപം നൽകാനുള്ള ഖത്തറിന്റെ നയതന്ത്രപരമായ പങ്കാളിത്തം രാഷ്ട്രീയത്തിനുപരി മാനുഷികമായ ഉത്തരവാദിത്തമാണെന്നും ഈജിപ്തിനും യുഎസിനും നന്ദി അറിയിക്കുന്നതായും അമീർ കൂട്ടിച്ചേർത്തു. ബുധനാഴ്ച രാത്രിയാണ് ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി ഖത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 42 ദിവസത്തെ കരാറിന്റെ ആദ്യഘട്ടത്തിൽ 33 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന വ്യവസ്ഥയാണ് കരാറിലുള്ളത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്ന സാധാരണക്കാരായ രോഗികളെയും പരിക്കേറ്റവരെയുമാണ് ഈ ഘട്ടത്തിൽ പരിഗണിക്കുക. പകരം 100 ഹമാസ് ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കും. 33 ഇസ്രായേൽ ബന്ദികളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനെ ആശ്രയിച്ച് വിട്ടയക്കുന്ന ഹമാസ് ബന്ദികളുടെ എണ്ണത്തിലും മാറ്റമുണ്ടാകും. ഇസ്രായേൽ ബന്ദികൾക്ക് പകരമായി 2ഉം 3ഉം ഘട്ടങ്ങളിൽ എത്ര തടവുകാരെ കൈമാറുമെന്ന കാര്യത്തിൽ ആദ്യ 42 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗസയിൽ ബന്ദികളാക്കപ്പെട്ട 94 ഇസ്രായേൽ ബന്ദികളിൽ 34 പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 42 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഗസയെ നടുകെ പിളർത്തി ദക്ഷിണ വടക്കൻ മേഖലകൾക്ക് നടുവിൽ പുതുതായി ഇസ്രായേൽ നിർമ്മിച്ച നെറ്റ്സാറിം അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സേന ആദ്യഘട്ടത്തിൽ തന്നെ പിന്മാറും. ഗസയിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്നതിനും ഈ കാലയളവിൽ അനുവാദമുണ്ടാകും. റഫ അതിർത്തിയോട് ചേർന്ന ഫിലാഡൽഫിയ ഇടനാഴിയിലെ ഇസ്രായേൽ സൈനിക സാന്നിധ്യവും ഗണ്യമായി കുറയും. വടക്കൻ ഗസയിലേക്ക് കാറുകളുടെ പ്രവേശനം നിയന്ത്രിക്കാൻ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക വിഭാഗം പ്രവർത്തിക്കും. തെക്കൻ ഗസയിൽ കുരുങ്ങിക്കിടക്കുന്ന വടക്കൻ ഗസയിലെ ജനങ്ങൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാനും അവസരമൊരുങ്ങും. ഓരോ ദിവസവും 600 സഹായ ട്രക്കുകൾ ഗസയിലെത്താനും കരാറിൽ വ്യവസ്ഥയുണ്ട്. 42 ദിവസത്തെ ആദ്യഘട്ടം നടപ്പാക്കിയതിനു ശേഷം 16 ദിവസത്തെ രണ്ടാം ഘട്ടം ആരംഭിക്കും. പുരുഷ സൈനികർ, പ്രായമുള്ളവർ, കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ എന്നിവയുടെ കൈമാറ്റം ഈ ഘട്ടത്തിലാണ് നടക്കുകയെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നിർദ്ദിഷ്ട കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഗസയ്ക്കുള്ളിൽ ഒരു ബഫർ സോൺ നിലനിർത്തുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അൻവർ പാലേരി, 24 ദോഹ.